ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, ക്രിസ്മസ് ദിനത്തിൻ്റെ അടുത്ത ഒരുക്കങ്ങളിലാണ് നമ്മൾ. ഈശോയുമായി പരിശുദ്ധ അമ്മ വിശുദ്ധ ഔസേപിതാവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ, സുവിശേഷ ഭാഗങ്ങൾ വായിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കുകയാണ്. വചനം ഭക്ഷണം പോലെ നമ്മൾ ഭക്ഷണവും പാനീയവുമാക്കുകയാണ്. ഇന്ന് ലൂക്ക 1:46 മുതൽ 53 വരെ 7 തവണ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രെയർ എന്ന് പറയുമ്പോൾ ഹൈലി ഡെലിവറൻസ് പ്രെയറാണ്. മറിയത്തിൻ്റെ സ്തോത്രഗീതം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ ആഗ്രഹിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സമ്പന്നരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. അപ്പോൾ പരിശുദ്ധ അമ്മ ഇതിൽ പറയുന്നത്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. നമുക്ക് 46-ാം തിരുവചനം നോക്കുമ്പോൾ, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ചിത്തം മനസ്സിലെ ചിന്തകളും വികാര വിചാരങ്ങളും അധരങ്ങൾ പറയുന്നതിനോട് ഒരു പൊരുത്തം, സാമ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെ ഇതിൽ മറ്റൊരു വചനമാണ് തലമുറകൾ തോറും എന്ന് പറയുമ്പോൾ, വരും തലമുറയിലെ, ഇപ്പോഴുള്ള തലമുറയിലെ, വരാനിരിക്കുന്ന തലമുറകളിലേക്ക് ദൈവത്തിൻ്റെ അമ്മയെ, കർത്താവിൻ്റെ അമ്മയെ, നമ്മുടെ സ്വന്തം അമ്മയെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള വലിയ കടപ്പാട്, ഉത്തരവാദിത്വം, ദൗത്യം അത് നമുക്കാണുള്ളത്. അമ്മയോടൊപ്പം നടന്ന് അമ്മയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി, അമ്മയെ മുറുകെ പിടിച്ച്, അമ്മയെ കൂട്ടുപിടിച്ച്, അമ്മയെ മാർഗദീപമായി, വേദനകളും വിഷമങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ അമ്മയുടെ മടിത്തട്ടിൽ കയറിയിരുന്നു കൊണ്ടുള്ള ഒരു ജീവിതം. അമ്മ ആശ്വസിപ്പിക്കുന്നു. തഴുകി തലോടി കുരിശിൻ ചുവട്ടിലെ ഈശോയുടെ തിരുരക്തത്തിൽ നമ്മെ മുക്കിയെടുത്ത് എപ്പോഴും പൊതിഞ്ഞു സൂക്ഷിക്കുന്ന അമ്മയുടെ ആ വാത്സല്യം ഈ ദിവസങ്ങളിൽ നമുക്ക് ധ്യാനിക്കാം. എത്രയോ ആരാധനയോടും ഭക്തിയോടും കൂടിയാണ് പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപിതാവും